1669 ഒക്ടോബർ 19-ാം തീയതിയായിരുന്നു ലൂക്ക ആൻ്റോണിയോയുടെ ജനനം. ഈശോയുടെ സ്നേഹത്തിലും ഈശോയിലുള്ള വിശ്വാസത്തിലും അടിയുറച്ചു നിന്ന മാതാപിതാക്കൾ അവനെ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി വലുതാക്കി. യുവാവായിരിക്കുമ്പോൾ കപ്പൂച്ചിൻ സഭയിൽ ചേർന്നുകൊണ്ട് കഠിനമായ ജീവിതം നയിച്ച് വിശുദ്ധനായി തീരുവാൻ അവൻ ആഗ്രഹിച്ച് 3 പ്രാവശ്യം കപ്പൂച്ചിൻ സഭയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും 3-ാം പ്രാവശ്യം ക്രിസ്തുവിൻ്റെ കൃപയാൽ അത് സാധ്യമാകുന്നു. ഓരോ മണിക്കൂറിലും പീഡാനുഭവത്തിൻ്റെ രഹസ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ദൈവവിളിയിൽ ശക്തിയും സന്തോഷവും കൈവരിച്ച് ലൂക്ക ആൻ്റോണിയോ ആഞ്ചലോ എന്ന പേരിലേക്ക് മാറുകയും ഒരു കപ്പൂച്ചിൻ സന്യാസ വൈദികനാവുകയും ചെയ്യുന്നുണ്ട്. ദിവ്യബലികൾ തീക്ഷ്ണതയോടെ അർപ്പിച്ച് പലപ്പോഴും നിർവൃതിയിലാണ്ടിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നു. അധികാരികളുടെ ആജ്ഞാനുസരണം ശ്രദ്ധാപൂർവമുള്ള പ്രേക്ഷ്യ ദൗത്യത്തിനായിട്ട് ഒരുങ്ങി 1702 മുതൽ നോയമ്പുകാല പ്രസംഗങ്ങളോടെ തൻ്റെ പ്രസംഗ പ്രേക്ഷ്യ ദൗത്യത്തിന് ആഞ്ചലോ ആരംഭം കുറിക്കുന്നുണ്ട്. പലപ്പോഴും തൻ്റെ പ്രസംഗങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ സംഭ്രാന്തിയോടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നീട് ആഞ്ചലോ തിരിച്ചറിയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ശക്തി കൂടാതെയുള്ള പ്രസംഗങ്ങൾ എപ്പോഴും ഒരു തോൽവിയായിട്ട് ഭവിക്കാമെന്ന്. പിന്നീടുള്ള പ്രസംഗങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന പ്രസംഗങ്ങളായിരുന്നു. ആഞ്ചലോയുടെ പ്രസംഗങ്ങളുടെ സമയത്തിൽ പലപ്പോഴും അത്ഭുതങ്ങളുടെ ഒരു തോരാമഴ തന്നെ ദൈവം അവൻ്റെ ജീവിതത്തിലൂടെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. മറ്റുള്ളവരുടെ ഹൃദയ രഹസ്യങ്ങൾ വായിക്കുകയും അവർ മറന്നുപോയ പാപങ്ങളൊക്കെയും ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും ആഞ്ചലോ അവരെ സഹായിക്കുന്നുണ്ട്. കുമ്പസാരക്കൂട്ടിൽ ഓരോ പാപിയെയും വിശുദ്ധനാക്കുവാനായിട്ട് ആഞ്ചലോ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ 36 വർഷത്തെ വേലയ്ക്ക് ശേഷം 1739 ഒക്ടോബർ 30 ആഞ്ചലോ ഇഹലോകം വാസം വെടിയുന്നുണ്ട്. 1825 12-ാം ലിയോ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനാക്കി പ്രഖ്യാപിക്കുന്നു. 2017 ഒക്ടോബർ 15 പോപ്പ് ഫ്രാൻസിസ് ആഞ്ചലോയെ വിശുദ്ധനായിട്ട് തിരുസഭയിൽ ഉയർത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആഞ്ചലോ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ പകർന്നു കാണിച്ചു തരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് മാറുവാൻ നമുക്ക് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം.